നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും വിവാദത്തിൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം. കുറച്ചു കാലങ്ങളായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. അതീവ സുരക്ഷയുള്ള മേഖലയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളിലൂടെ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഭഗവാനെ കാണാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കാനാവുക. അകത്തും ഒരുപാട് CCTV ക്യാമറകളും പോലീസ് നിരീക്ഷണം അടക്കം എപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ക്യാമറയുള്ള ഗ്ലാസ് ആയ മെറ്റാ കണ്ണടയുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ മേഖലയിൽ കടന്നിരിക്കുന്നത്. ക്യാമറയുള്ള കണ്ണടയുമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ചയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര 66 വയസ്സ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് സുരക്ഷാ ജീവനക്കാർ കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കാണുകയായിരുന്നു. സംഭവത്തിൽ ഫോർട്ട് പോലീസ് കേസെടുത്തു. ക്ഷേത്രത്തിന് ഉൾഭാഗത്തെ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞുവെന്നാണ് വിവരം. ഗൂഗിൾ സ്മാർട്ട് ഗ്ലാസ് ആണ് ഇയാൾ ഉപയോഗിച്ചത്. ശ്രീകോവിലിന്റെ ഭാഗത്ത് വെച്ചാണ് ക്ഷേത്രം ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയായ 66-കാരൻ സുരേന്ദ്ര ഷായാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ക്യാമറയിൽ കണ്ണട ഉണ്ടെന്നത് കണ്ടെത്തിയത്. തുടർന്ന് ഫോർട്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. മധുരയും രാമേശ്വരവും സന്ദർശിച്ച ശേഷം ഇന്നലെ വൈകുന്നേരമാണ് സംഘം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയത്. സുരക്ഷാ മേഖലയിൽ ചിത്രീകരണത്തിന് ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഏതായാലും എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു കണ്ണട വെച്ചുകൊണ്ട്, ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള കണ്ണാടി വെച്ചുകൊണ്ട് ഇയാൾ ആദ്യത്തെ വാതിലിൻ്റെ അവിടെയുള്ള സുരക്ഷാ പരിശോധന മറികടന്ന് അകത്തേക്ക് എത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രവുമല്ല, ഈ റെക്കോർഡഡ് ക്യാമറയിൽ എന്തൊക്കെ ദൃശ്യങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് ഉള്ളത്, പതിഞ്ഞിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ പരിശോധിക്കും. ഇയാൾ മനഃപൂർവ്വമാണോ, ഇയാൾക്ക് ഈ കണ്ണടയെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ ഇനി വിശദമായി ചോദ്യം ചെയ്യും. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ വർഷവും ഇത്തരത്തിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. പല ഓഫീസുകളിലും പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ക്യാമറയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും ക്യാമറ കടത്താനായിട്ട് അനുവദിക്കാത്തത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയോധ്യ രാമക്ഷേത്രത്തിൽ ഒരാൾ ക്യാമറയുള്ള കണ്ണട വെച്ച് കയറിയതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വഡോദരയിൽ നിന്നുള്ള ജാനി ജയ്കുമാർ എന്ന യുവാവായിരുന്നു ഈ വർഷം ജാനുവരിയിൽ ക്ഷേത്രത്തിനുള്ളിൽ വിലക്കുണ്ടായിരുന്നിട്ടും ക്യാമറയുള്ള കണ്ണട ഉപയോഗിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കയറിയത്. ഒറ്റനോട്ടത്തിൽ ക്യാമറ ഉള്ളതായി തോന്നാത്ത സാങ്കേതികപരമായി വളരെയധികം ഫീച്ചറുകളുള്ള കണ്ണടയാണിത്. ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയതോടെയാണ് ഇയാളെ പിടികൂടിയത്. ഫാഷനും സാങ്കേതിക വിദ്യയും സംയോജിക്കുന്ന ഈ കണ്ണടയെപ്പറ്റി പലർക്കും അറിവില്ല. ഒറ്റനോട്ടത്തിൽ സാധാരണ കണ്ണട പോലെ തന്നെയാണ് തോന്നുന്നത്. എന്നാൽ ഇത് ഉപയോഗിച്ച് ഫോട്ടോകളും വീഡിയോകളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതിലെ ക്യാമറയും ലെൻസും കാണാൻ കഴിയാത്ത വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൈ ഉപയോഗിക്കാതെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇവ വിവിധ തരത്തിലും നിറത്തിലും വിലയിലും ലഭിക്കുന്നതാണ്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി തെളിവുകൾ ശേഖരിക്കാൻ, ദിനചര്യകൾ മനസ്സിലാക്കാൻ, യാത്രകൾ ചിത്രീകരിക്കാൻ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായാണ് ഈ കണ്ണട ഉപയോഗിക്കുന്നത്. ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇത് ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ്. രഹസ്യ സ്വഭാവമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉയർന്ന നിലവാരമുള്ള വീഡിയോ, ഓഡിയോ റെക്കോർഡിംഗ് ആണ് ഈ ക്യാമറയിലുള്ളത്. തത്സമയ ലൈവ് സ്ട്രീമിംഗും ഇതിൽ ലഭ്യമാണ്. കുറഞ്ഞ വെളിച്ചത്തിൽ പോലും മികച്ച വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ ലഭ്യമാണ്. ദീർഘദൂര നിരീക്ഷണത്തിനുള്ള കഴിവും ഇതിലുണ്ട്. ശത്രു രാജ്യങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ചാരവൃത്തിക്കായി എത്തുന്നവർ ഈ ക്യാമറ ഉപയോഗിച്ച് രഹസ്യ വിവരങ്ങൾ ചോർത്തി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ക്രിമിനൽ കേസുകളിൽ തെളിവുകൾ ശേഖരിക്കാൻ ഈ കണ്ണട സഹായിക്കും. വ്യക്തിഗത സുരക്ഷയ്ക്കും ഇത് ഉത്തമമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇലക്ട്രോണിക് കടകളിലും ഈ ഗ്ലാസുകൾ ലഭ്യമാണ്. വലിയ നഗരങ്ങളിൽ ഈ ക്യാമറയുള്ള കണ്ണടകൾ സുലഭമാണെങ്കിലും ഗ്രാമങ്ങളിൽ ഇത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബ്രാൻഡുകൾ അനുസരിച്ചാണ് ഇതിന്റെ വില. പല പ്രമുഖ ബ്രാൻഡുകളും ഇത്തരത്തിലുള്ള ക്യാമറ കണ്ണടകൾ ഇറക്കിയിട്ടുണ്ട്. 40,000 മുതൽ 50,000 രൂപ വരെയാണ് ഇതിന് വില വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറകളുണ്ട്. 2,000 മുതൽ 5,000 രൂപ വരെയാണ് ഇതിന്റെ വില. 5,000 മുതൽ 15,000 രൂപ വരെയുള്ള ക്യാമറ കണ്ണടകളും ലഭ്യമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ക്യാമറ കണ്ണടകൾക്ക് വില കുറവാണ്. എന്നാൽ ഗോപ്രോ, സോണി പോലുള്ള ഇറക്കുമതി ചെയ്ത കമ്പനികളുടെ കണ്ണടകൾക്ക് വിലയേറും.
ഇവ കൂടുതൽ ഗുണനിലവാരമുള്ളതും ഈടുള്ളതുമായിരിക്കും. ക്യാമറ വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ഗ്ലാസുകൾ ഉയർന്ന റെസൊല്യൂഷനുള്ള ക്യാമറയുള്ളവ, ഉയർന്ന ബാറ്ററി ലൈഫ് എന്നിവയെല്ലാം നോക്കി തിരഞ്ഞെടുക്കുക. ഉയർന്ന ഗുണനിലവാരമുണ്ടെങ്കിലും ഇവയ്ക്ക് തകരാറുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ക്യാമറയെക്കുറിച്ച് വിപണിയിൽ നിലനിൽക്കുന്ന വിശദാംശങ്ങൾ. മാത്രമല്ല, അയോധ്യയിലേതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ഉത്തരവാദിത്തത്തോടെയും നിയമങ്ങൾ അനുസരിച്ചും ഇവ ഉപയോഗിച്ചാൽ വളരെയധികം ഫലം നൽകുന്നതാണ്. അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് സ്വയം രക്ഷയ്ക്കായും തെളിവുകൾ ശേഖരിക്കാനായല്ല ഇത്തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. എന്നാൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നതുപോലെ ഇതിന് ഗുണവും ദോഷവുമുണ്ട്. വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ പ്രയോജനം ഉണ്ടാവുന്നതാണ്. ഏതായാലും അമ്പലങ്ങൾ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമറകൾ വിലക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്യാമറ കണ്ണടകൾ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം ഈ 66കാരൻ പിടിക്കപ്പെട്ടതുപോലെ തന്നെ പിടിക്കപ്പെടും. ഇയാൾക്ക് അതിന്റെ ശിക്ഷയും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി ഇയാൾ ഏത് തരത്തിലുള്ള AI കണ്ണടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൽ എന്തൊക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വരേണ്ടതുണ്ട്. മാത്രമല്ല, സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വീണ്ടും ചില വിമർശനങ്ങൾ ഉയരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. മാസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിലെ പാത്രം മോഷണം പോയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അന്ന് സംഭവത്തിൽ ഹരിയാന, ബീഹാർ സ്വദേശികൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിരുന്നു. എന്നാൽ നടന്നത് മോഷണമല്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഹരിയാന സ്വദേശികൾക്ക് മോഷണവുമായി ബന്ധമില്ലെന്നും പോലീസ് പിന്നെ കണ്ടെത്തിയിരുന്നു. പുരാവസ്തു വിഭാഗത്തിൽപ്പെട്ട പാത്രം അബദ്ധത്തിൽ മറ്റൊരാൾ എടുത്ത് നൽകിയതാണെന്ന ഹരിയാന സ്വദേശികളുടെ മൊഴി സത്യമാണെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു. വിദേശികളായ ഇവർ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതായിരുന്നു. ഒക്ടോബർ 13-ാം തീയതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പാത്രം കാണാതാവുന്നത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പൂജാ സാമഗ്രികൾ അടങ്ങിയ പാത്രം നിലത്ത് വീണപ്പോൾ എടുത്തു നൽകിയത് മറ്റൊരു പാത്രത്തിലായിരുന്നു. തുടർന്ന് ആ പാത്രവുമായി ഇവർ പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ക്ഷേത്രത്തിലെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പുതിയ മോഷണം സംഭവിച്ചത്. സുരക്ഷാ വീഴ്ചയെപ്പറ്റി ഇതിനു മുൻപ് പരാതി ഉയർന്നിരുന്നു. അതിതീവ്ര സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന് സമീപം അജ്ഞാതർ ഡ്രോൺ പറത്തിയ സംഭവം വിവാദമായിരുന്നു. കോടികൾ മുടക്കി അത്യാധുനിക നിരീക്ഷണ ക്യാമറകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരിക്കുന്ന മേഖലയിലൂടെയാണ് ഡ്രോൺ പറത്തിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തരുതെന്ന കർശന നിയമത്തെ വെല്ലുവിളിച്ചാണ് അജ്ഞാതർ ഇത് പറത്തിയത്. ഏപ്രിൽ 12 രാത്രി 10:03 പത്മതീർത്ഥ കുളത്തിന് കുറുകെ പറന്നെത്തിയ ഡ്രോൺ കിഴക്കേ ഗോപുരത്തിന് സമീപം വട്ടം ചുറ്റിയ ശേഷം തിരികെ പോയതെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിനു മുൻപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിലെ പാൽ മോഷണം പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടും വാർത്തകൾ വന്നത്. അത് അമ്പലത്തിനുള്ളിലെ തന്നെ സ്റ്റോർ കീപ്പറാണ് ഇത്തരത്തിൽ ഭഗവാനെ നേദിക്കാനുണ്ടായിരുന്ന പാൽ മോഷ്ടിച്ച് പുറത്തെത്തിച്ചത്. ഇതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിതീവ്ര സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയാണ്. ഇത്തരത്തിൽ അവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതിന് പിന്നിലുള്ള